നമുക്ക് മാമ്പഴക്കാളൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാമ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ മാമ്പഴം ഇതാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാ മാമ്പഴം കറി വയ്ക്കാൻ ഉപയോഗിക്കില്ല. ഇതുപോലത്തെ ചെറിയ ചന്ദ്രകാരൻ മാമ്പഴം എന്ന് പറയും. ഇത് കിട്ടാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടി. നാട്ടിലൊക്കെ ഇത് ഈസിലി അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ തോല് നമുക്കൊന്ന് ഉരിച്ച് കളയണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉരിക്കണമെന്ന്. ഒന്നിങ്ങനെ ഉരിച്ചെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ തോലിങ്ങനെ നമുക്കിങ്ങനെ ഉരിച്ചെടുക്കാം. കത്തി കൊണ്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിന് പീസൊന്നും ആക്കില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട് കറി വയ്ക്കുകയാണ്. മാമ്പഴത്തിൻ്റെ തോലെല്ലാം നമ്മൾ ഉരിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലുണ്ടല്ലോ, ഇതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാമ്പഴമൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണ്ട കേട്ടോ. പക്ഷെ വീട്ടിലുണ്ടാവുന്ന മാമ്പഴമാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ തോലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടിയെടുത്തിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ തേങ്ങ അരയ്ക്കുക. നമ്മളിതിൽ അരയ്ക്കുമല്ലോ, അപ്പോൾ ആ തേങ്ങയിൽ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാമ്പഴമാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇത് എങ്ങനെയാണ് വരണ്ടേ, എവിടേക്ക് ഇട്ടിട്ട് വരണ്ടേന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മളിവിടെ അപ്പം ഇത് കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, കുറച്ചൊരു ചെറിയ പീസ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വെള്ളരിക്കും കൂടെ ചേരുമ്പോൾ ഈ മാമ്പഴക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വെള്ളരിക്ക ഇല്ലാതെ വെറുതെ മാമ്പഴം മാത്രം ഇട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ വെള്ളരിക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ബൗള് വെള്ളരിക്ക അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക്, ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒരു കറക്കിയിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ പച്ചമുളക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടാം. ഇനി ഒരു സ്പൂൺ നമ്മുടെ ശർക്കര ഒന്ന് ചീകിയെടുത്തിട്ടുള്ളതാണ്, അതിലേക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ശർക്കര പാനിയൊക്കെ ഇട്ടാലും മതി. ശർക്കര വേണ്ടാത്തവർക്ക് പഞ്ചസാരയും ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മാമ്പഴം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഇനി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. ഈ വെള്ളം നന്നായിട്ട് വറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 മണി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നല്ല ജീരകം. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മയത്തിൽ അരയ്ക്കണം. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അമ്മിയിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ അധികം വെള്ളം ചേർക്കാണ്ട് അവർ അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം തൈരും ചേർത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാങ്ങയുടെ തോലിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. പക്ഷേ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാമ്പഴമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. തേങ്ങ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ മാങ്ങ വെന്തതിന് ശേഷമാണ് നമുക്കിത് ചേർക്കേണ്ടത്. പിന്നെ ഞാൻ എടുക്കുന്നത് തൈരാണ്. അപ്പോൾ 1 കിലോളം ഞാൻ തൈര് എടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കിട്ടുന്ന തൈരിന് അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാമ്പഴം വെന്തതിന് ശേഷമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കറി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ അത് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കുകയാണ്. തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് തൈര് ചേർത്താൽ മതി. അപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി തൈര് ചേർക്കുകയാണ്. നമ്മുടെ ഫ്ലെയിം സിമ്മിലാണ് കിടക്കുന്നത് കേട്ടോ. തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാവിടെയും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചൂട് വന്നു തുടങ്ങി, ചെറുതായിട്ട് ഇങ്ങനെ പതവൊന്നും തുടങ്ങിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് പൊട്ടിച്ചിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് ഇനി ഇതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മാമ്പഴക്കാളം തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കും തോറും നല്ല രുചിയോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയിലേക്കോ അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. മാമ്പഴക്കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാമ്പഴക്കാളൻ, മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ മാമ്പഴം കിട്ടുമ്പോൾ വിഷുക്കാലമായി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിതിൽ വെള്ളരിക്ക ചേർത്തിട്ടുണ്ട്. വെള്ളരിക്ക വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നത് കാണാനും കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.